നീറ്റ് പരീക്ഷാ വിവാദം. വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ടോവിനോയ്ക്കും വിസ്മയ മോഹൻലാലിനും നേരെ പ്രതിഷേധം. ടോവിനോയുടെ വീട്ടുപടിക്കൽ യുവമോർച്ച ധർണ. വിസ്മയ്ക്ക് നേരെ സൈബർ ആക്രമണം. രാജ്യത്തെ പിടിച്ചുലച്ച നീറ്റ് പരീക്ഷ ചോർച്ചയ്ക്കെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മലയാള ചലച്ചിത്ര താരങ്ങൾക്ക് നേരെ പരസ്യ പ്രതിഷേധവും സൈബർ ആക്രമണവും. നടൻ ടോവിനോ തോമസിന്റെ ഇരിങ്ങാലക്കുടയിലെ വീടിന് മുന്നിൽ യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയപ്പോൾ സിനിമ അരങ്ങേറ്റത്തിനൊരുങ്ങുന്ന മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാലിന് നേരെ അതിരൂക്ഷമായ സൈബർ അധിക്ഷേപമാണ് നടക്കുന്നത്. മലയാള സിനിമയിലെ മുൻനിര താരങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി രംഗത്തെത്തുമ്പോൾ സിനിമാ ലോകവും രാഷ്ട്രീയ ചേരികളും തമ്മിലുള്ള വലിയൊരു പോരാട്ടമായി ഇത് മാറുകയാണ്. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടക്കുന്ന നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മലയാള സിനിമാ താരങ്ങൾക്ക് നേരെ ഒരു വിഭാഗം പൊതുജനങ്ങളിൽ നിന്നും രാഷ്ട്രീയ സംഘടനകളിൽ നിന്നും കനത്ത പ്രതികരണവും പ്രതിഷേധവും. നടൻ ടോവിനോ തോമസിന്റെ ഇരിങ്ങാലക്കുടയിലെ വീട്ടുപടിക്കൽ BJP യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധ ധർണ നടത്തിയപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അധികാരികളുടെ നടപടികളെ അപലപിച്ച വിസ്മയ മോഹൻലാലിന് കടുത്ത സൈബർ ആക്രമണമാണ് അരങ്ങേറുന്നത്. വിദ്യാർത്ഥി സമരത്തിന് നേരെ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അടിച്ചമർത്തലുകളെ ടോവിനോ തോമസ് കഴിഞ്ഞ ദിവസം ശക്തമായി വിമർശിച്ചിരുന്നു. സമാധാനപരമായി നടന്ന ഒരു പ്രതിഷേധത്തെ നേരിടേണ്ട രീതി ഇതല്ല എന്ന് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയ താരം വിയോജിക്കാനുള്ള അവകാശം ജനാധിപത്യത്തിന്റെ ഭീഷണിയല്ല, മറിച്ച് അതിന്റെ അടിത്തറയാണെന്നും കുറിച്ചു. എന്റെ രാഷ്ട്രീയം മാനവികതയാണ്, എന്റെ വിശ്വാസം സമാധാനമാണ്, ജയ് ഹിന്ദ് എന്ന വരികളോടെയാണ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇരിങ്ങാലക്കുടയിലെ താരത്തിന്റെ വീടിന് മുന്നിലേക്ക് പ്ലക്കാർഡുകളുമായി 8 യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ടോവിനോ വിഷയങ്ങളിൽ സെലക്റ്റീവായിട്ടാണ് പ്രതികരിക്കുന്നതെന്നും കേരള PSC ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരത്തിന് താരം എന്തുകൊണ്ട് ഇതേ പിന്തുണ നൽകിയില്ലെന്നും ചോദ്യം ചെയ്തായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം. തുടക്കം എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കാൻ തയ്യാറെടുക്കുന്ന വിസ്മയ മോഹൻലാലും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ വിദ്യാർത്ഥികൾ നേരിടുന്ന അതിക്രമങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. കണ്ണീർ വാതകം, ലാത്തിചാർജ്, പരിക്കുകൾ, റോഡ്, മെട്രോ സ്റ്റേഷൻ അടച്ചിടലുകൾ, ഇന്റർനെറ്റ് റദ്ദാക്കൽ എന്നിവയെ ചൂണ്ടിക്കാണിച്ച് സ്വന്തം പൗരന്മാരോട് ഒരു ജനാധിപത്യ രാജ്യം പ്രതികരിക്കേണ്ടത് ഇങ്ങനെയാണോ എന്ന് വിസ്മയ ചോദ്യം ഉന്നയിച്ചു. ഇതിന് പിന്നാലെ വിസ്മയയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കടുത്ത അധിക്ഷേപപരമായ കമന്റുകളാണ് നിറയുന്നത്. ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ താരം രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആരോപിച്ച സൈബർ ആക്രമികൾ വിസ്മയയെ രാജ്യവിരുദ്ധ എന്ന് മുദ്രകുത്തുകയും തുടക്കം എന്ന ചിത്രം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. വിസ്മയയ്ക്കും പിതാവ് മോഹൻലാലിനുമെതിരെ മോശം പരാമർശങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ഇരുവരും ഇതുവരെ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. വിവാദങ്ങളും പ്രതിഷേധങ്ങളും പുകയുമ്പോഴും മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുള്ള പിന്തുണ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. പരീക്ഷാ ചോർച്ചയിലും ഡൽഹിയിലെ പോലീസ് നടപടിയിലും പ്രതിഷേധിച്ച് മലയാളത്തിലെ മുൻനിര താരങ്ങളെല്ലാം രംഗത്തുണ്ട്. പാർവതി തിരുവോത്ത്, ദുൽഖർ സൽമാൻ, ആസിഫ് അലി, കുഞ്ചാക്കോ ബോബൻ, നസ്ലേൻ, നസ്രിയ നസീം, അനശ്വര രാജൻ, ഷെയ്ൻ നിഗം, നിഖില വിമൽ, സൗബിൻ ഷാഹിർ, രജിഷ വിജയൻ, ഇന്ദ്രജിത്ത് സുകുമാരൻ തുടങ്ങി നിരവധി പ്രമുഖ താരങ്ങളാണ് ഇതിനോടകം സമരത്തിന് അനുകൂലമായി പരസ്യ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. സിനിമാ രംഗത്തു നിന്നുള്ള ഈ കൂട്ടായ നീക്കം പരീക്ഷാ വിവാദങ്ങളെ വിദ്യാർത്ഥി സർക്കിളുകൾക്ക് അപ്പുറത്തേക്ക് വളർത്തുകയും വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പൊതുവ്യക്തികളുടെ സാമൂഹിക ഇടപെടലുകളെക്കുറിച്ചുമുള്ള വലിയ സംവാദങ്ങൾക്ക് രാജ്യത്ത് തുടക്കമിടുകയും ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.